അസ്സാം വലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഹായ്. അപ്പം നമ്മൾ ബറാത്തിനുണ്ടാക്കിയ നോമ്പ് തുറൻ്റെ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ ചിക്കൻ പാർസൽ എന്ന് പറയാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ മസാല പേസ്ട്രി ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ബോക്സ് ഷേപ്പ് ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇറച്ചിപ്പത്തലിൻ്റെ ഒക്കെ ചിക്കൻ മസാല തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പേസ്ട്രി ഷീറ്റ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. പണ്ട് മുതലേ നമ്മൾ പേസ്ട്രി ഷീറ്റൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് പേസ്ട്രി ഷീറ്റ് വീട്ടിൽ ഉണ്ടാക്കുന്നതും ഈ ഒരു ചിക്കൻ പാർസൽ ഉണ്ടാക്കുന്നതും കണ്ടു നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സമോസ ഷീറ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെയാണ്. മൈദ കൊണ്ടാണ് സാധാരണ പേസ്ട്രി ഷീറ്റ് ഉണ്ടാക്കാറ്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയാലാകുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ തോല് വാട്ടിയെടുക്കുക എന്നാണ് പറയുക. നന്നായി ടൈറ്റായി കുഴച്ചെടുത്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയ ബോൾസ്, പൂരിക്ക് വേണ്ടിയിട്ടുള്ള ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിന് ഉണ്ടാക്കുന്ന ചിക്കൻ മസാല തന്നെയാണ്. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ട് വേവിച്ചെടുത്ത ചിക്കൻ പീസാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ബോൾ ഒന്നുകൂടെ നന്നായി നൈസായിട്ട് ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇത് സാധാരണ നമ്മൾ പൂരിയൊക്കെ പരത്തുന്നത് പോലെ റൗണ്ടായിട്ട് പൂരിയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. പൂരിയുടെ അതേ വണ്ണത്തിൽ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാ ബോളും ഇതുപോലെ പൂരിയായി പരത്തിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോന്നായി പരത്തിയെടുക്കുന്നതിന് പകരം വലുതായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മുടെ പൂരിയുടെ ആ ഒരു തിക്നെസ്സിൽ തന്നെ പരത്തിയെടുത്തിട്ട് ചെറിയൊരു റൗണ്ട് കട്ടർ കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഞാനിപ്പം മാവിലുള്ള എല്ലാ പൂരിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പൂരി എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി അങ്ങ് പുരട്ടി കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് മുകളിൽ നന്നായി ഒന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വേറൊരു പൂരി വെച്ചിട്ട് അതിലും ഇതുപോലെ നന്നായി ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് മൈദ നന്നായി ഒന്നങ്ങ് വിതറി കൊടുക്കാം. എന്നിട്ട് വേറൊരു പൂരി വെക്കാം. അങ്ങനെ അതിന് മുകളിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മൈദ വിതറി കൊടുക്കാം. എന്നിട്ട് വേറൊരു പൂരി മുകളിൽ വെച്ചിട്ട് അങ്ങനെ നമുക്കൊരു 10 എണ്ണം വരെ നമുക്ക് വെക്കാം. ഒരുപാട് എണ്ണം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 എണ്ണം വരെ വെക്കാം. അങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ അടുത്തതും ഇതുപോലെ 2 ബാച്ചായിട്ട് ഞാനിപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അട്ടി എടുത്തിട്ട് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. വലിയൊരു സൈസാക്കിയിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്തുകൊണ്ട് പരത്തരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോ പൂരിയുടെ ഇടയിലും ഓയിലിൻ്റെ കൂടെ നന്നായിട്ട് മൈദ വിതറി കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് ഷീറ്റ് വാട്ടിയെടുക്കുമ്പോൾ ഓരോന്നായിട്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പം വലിയൊരു ചപ്പാത്തിയുടെ സൈസിൽ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തത് അതുപോലെ പരത്തിയെടുക്കണം. അപ്പം ഉമ്മ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയം ഞാനിപ്പം ഒരു ഓട്ടുകല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പം ഈ ആദ്യം പരത്തിയതെടുത്തിട്ട് കല്ലിലേക്ക് ഇട്ടു. ഒരു ഭാഗം നന്നായി വാടി വന്നു എന്ന് കാണുമ്പം അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നന്നായി വാടി വന്നാൽ ഈ എഡ്ജസൊക്കെ ഈ സൈഡൊക്കെ ഒന്ന് ഇളകി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചട്ടുകം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നമുക്കിതങ്ങ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പം അടുത്ത സൈഡ് വാടി വന്നിട്ടുണ്ടാവും. ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇളകി വന്നിട്ടുള്ള ഷീറ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാം. ഇനി അടുത്ത സൈഡും തിരിച്ചിട്ടിട്ട് അങ്ങനെ വാടി വന്നെന്ന് കാണുമ്പം അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും, എന്നാലും അത്ര വലിയ ചൂടായിരിക്കില്ല. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂട് തന്നെയായിരിക്കും. അങ്ങനെ ഓരോ ഷീറ്റും ഇതുപോലെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും. ഇങ്ങനെ എന്തായാലും ഷീറ്റിൽ നന്നായിട്ട് ഓയിലും അതുപോലെ മൈദയും വിതറി കൊടുത്താൽ ഇതേപോലെ ഓരോ ലെയറും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഓയിലോ അല്ലെങ്കിൽ മൈദയോ പോരാന്നാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റാത്തതായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ലെയറിലേക്കും ഓരോ പൂരിയിലും ഓയിലും അതുപോലെ തന്നെ മൈദയും നന്നായി വിതറി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഇപ്പോൾ ഒരു ബാച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 എണ്ണം ഒരുമിച്ചുള്ളതിനെ ഞാനിപ്പം ഓരോന്നും സെപ്പറേറ്റായി എടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പം എല്ലാ ഷീറ്റും വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു നീളത്തിലുള്ള ഒരു റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പം ഒരു കത്രിക എടുത്തിട്ട് നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ബാക്കി വരുന്നത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട്
ഓരോ മസാലകൾ ഉണ്ടാക്കുമല്ലോ, ചിക്കൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മസാലകളിലേക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ളൊരു മസാല കിട്ടും. നമ്മളിവിടെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇനിയിപ്പം ഞാനിതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പം സ്ക്വയർ അല്ല, ചെറിയൊരു നീളത്തിലൊരു ചെറിയൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണുള്ളത്. അങ്ങനെ നമ്മുടെ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല നൈസായിട്ടുള്ള നല്ലൊരു ഷീറ്റാണിത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കവർ ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ, കുറച്ച് നാളൊക്കെ നിൽക്കും. ഇനി അടുത്തതായിട്ട് ഈ ബോക്സിനെ നമ്മൾ ഒന്ന് ഒട്ടിക്കണം. സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദയുടെ ഒരു പേസ്റ്റ് വേണം. അപ്പോൾ കുറച്ച് മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ 2 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കാം. പ്ലസ് സിമ്പിൾ ഉണ്ടല്ലോ, അതുപോലെ വെച്ചിട്ട് നടുഭാഗത്ത് കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. നടുഭാഗത്ത് മാത്രം, സൈഡിലൊന്നും ആവാതെ ആ നടുക്കുള്ള ഭാഗത്ത് മാത്രം കുറച്ച് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം. ചിക്കൻ എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് മസാല ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ മസാല നമ്മളിവിടെ ഇറച്ചിപ്പത്തിലിനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മസാല വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്യാം. ആ ലിങ്ക് നിങ്ങൾ കാണണം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പം വെച്ചതാണ്. ഈ ചീസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മൈദ പേസ്റ്റ് സൈഡിലൊക്കെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് നിന്ന് കവർ ചെയ്യാം, അതുപോലെ തന്നെ അടുത്ത ഭാഗത്തു നിന്നും കവർ ചെയ്യാം. അങ്ങനെ 4 സൈഡിൽ നിന്നും കവർ ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കിയെടുക്കാം. മൈദ പേസ്റ്റ് നന്നായി പുരട്ടി കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കടക്കും. അപ്പം എല്ലാ ഭാഗവും നന്നായി മൈദ പേസ്റ്റ് പുരട്ടിയിട്ട് ഇത് നന്നായി ഒന്ന് ബോക്സ് എല്ലാ ഭാഗത്തു നിന്നും അങ്ങ് അടച്ചു കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനിപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ബോക്സായി ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് കുറേ ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 എണ്ണം നമുക്ക് എത്രയാണോ നമ്മുടെ ചീനച്ചട്ടിയിൽ പറ്റുന്നത് അത്രയും ഇട്ട് കൊടുത്തിട്ട് ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നു എന്ന് കാണുമ്പോൾ അടുത്ത സൈഡും മൊരിച്ചെടുത്തിട്ട് അങ്ങനെ എല്ലാ ഭാഗവും നന്നായി പൊരിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാൻ സ്ഥിരം പറയുന്ന ഒന്നാണ്, ഏത് സ്നാക്കായാലും ആദ്യം എണ്ണയിലിടുമ്പം ഫ്ലെയിം ഹൈ ആക്കി വെക്കുക, എന്നിട്ട് കുറച്ചൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, നന്നായി ഫ്രൈ ആയി വന്നാൽ എണ്ണ നന്നായി വാർത്തിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തതൊക്കെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് വലിച്ചെടുക്കാനായിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർസൽ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പുതിനയിലയൊക്കെ വിതറിയിട്ട് ഞാനിപ്പം ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കാണുന്നത് ജീരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. പുതിനയിട്ട ചട്ടിയിലേക്ക് വെറുതെ കുറച്ച് ജീരകം ഒന്ന് വിതറി കൊടുത്തതാണ്. ഇപ്പം നോക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ചെടികളായിട്ട് തളിർത്ത് വരുന്നതാണ്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർസൽ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഇവിടെ റെഡിയായി. അപ്പം റമദാനൊക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഈ ഒരു ചിക്കൻ പാർസലാണ് നമ്മുടെ ബറാത്തിനുള്ള നോമ്പ് തുറ സ്പെഷ്യൽ. അപ്പം ഈ ഒരു ചിക്കൻ പാർസൽ ഉണ്ടാക്കുന്നതും അതുപോലെ വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീട്ടിലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൻസ് കിച്ചൺ.